ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് ടാലി പ്രൈമിനെ കുറിച്ചിട്ടാണ്. ടാലി പ്രൈം അതായത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ടാലി പ്രൈം അതായത് നമ്മളെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം എന്നുള്ളത്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ടാലി ERP ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനാണ് ടാലി പ്രൈം. ഓക്കെ, നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള സെയിൽസ്, ഫിനാൻസ്, പർച്ചേസിങ്, ഇൻവെൻട്രി ഒക്കെ നമ്മളെ ടാലി പ്രൈമിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ടാലി പ്രൈമിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈഡ് ഇൻ്റർഫേസ്, അതായത് നമുക്ക് ഒരു യൂസറിന് നമുക്ക് സിമ്പിളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ടാലി പ്രൈം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇൻസൈറ്റ്ഫുൾ ബിസിനസ് റിപ്പോർട്ടാണ്, ഇൻവോയ്സിംഗ് ആൻഡ് അക്കൗണ്ടിങ്, GST ഓർ ടാക്സേഷൻ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ഒക്കെ നമ്മൾ ഈ ടാലി പ്രൈമിൻ്റെ ഫീച്ചേഴ്സുകളാണ്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ നമ്മളെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് എങ്ങനെ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോയിട്ട്, ഓക്കെ, നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അവിടെ നമ്മൾ ടാലി സൊല്യൂഷൻ, ടാലി പ്രൈം എന്ന് ടൈപ്പ് ചെയ്യാം. അത് ടാലി പ്രൈം ചെയ്യുമ്പോൾ ടാലി സൊല്യൂഷൻ എന്ന് കാണും. ഓക്കെ, ഇവിടെ നമ്മുടെ ഡൗൺലോഡ് ടാലി പ്രൈം. അതിന് മുന്നേ നമ്മൾ നമ്മളെ ഡെസ്ക്ടോപ്പ് ആയാലും ലാപ്ടോപ്പ് ആയാലും നമുക്ക് എന്താണ് അതിൽ നമ്മുടെ സിസ്റ്റത്തിൽ അലൗഡ് ആണ്, അതായത് നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് 64 ബിറ്റുള്ള ഇതിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഡെസ്ക്ടോപ്പിലായാലും ലാപ്ടോപ്പിലായാലും 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതിൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സ്പീഡ് അത് ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര ബിറ്റാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ PC പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ നോക്കുക. അങ്ങനെ പ്രോപ്പർട്ടീസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം സിസ്റ്റം ടൈപ്പ്. കണ്ടോ, സിസ്റ്റം ടൈപ്പ് അതായത് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ചില സിസ്റ്റത്തിൽ 32 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇനി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ടാലി പ്രൈം, ഓക്കെ, ഡൗൺലോഡ് ടാലി പ്രൈം ക്ലിക്ക് ചെയ്യും. ഇവിടെ ഉണ്ടാവും ടാലി പ്രൈമിൻ്റെ ഇത് രണ്ടും, അതായത് 6.1ഉം അതിൽ നമ്മൾ പ്രൈം എഡിറ്റ് ലോഗ്, അതായത് നമ്മൾ ഈ പ്രൈമിൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഡൗൺലോഡ് ടാലി പ്രൈമിൽ പോവാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഉണ്ടാവും, ടാലി ലേറ്റസ്റ്റ് വേർഷൻ, ഫസ്റ്റ് ഡൗൺലോഡ് ടാലി പ്രൈമിൽ പോയിട്ട് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ടാലി പ്രൈമിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ അവിടെ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, നമ്മളെ ദിസ് പി സിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഡിസ് പോയിട്ട് ഡൗൺലോഡ്സിൽ നോക്കാം. ഡൗൺലോഡ്സിൽ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും സെറ്റപ്പ് എന്നുള്ളത്. ഇത് ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മളത് നോക്കുമ്പോൾ സെറ്റപ്പ് എന്നുണ്ടാവും. എന്നിട്ട് അവിടെ ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ച് ഡിവൈസ് പറയുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ചെയ്യാത്തത്, ഞാൻ ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ഓപ്ഷൻ വന്നിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. ഓക്കെ,
ഏ, ഇനി നമുക്ക് ടാലി പ്രൈം എടുത്ത് വെക്കാം. ടാലി പ്രൈം ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പം ടാലി പ്രൈം ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഓക്കെ. അതിലുണ്ടാവും കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ്, യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്, റീആക്ടിവേറ്റ് എക്സിസ്റ്റിംഗ് ലൈസൻസ്, ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ് എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലൈസൻസോട് കൂടിയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടും. അതായത് ആ കമ്പനിയിൽ അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയാലും നമുക്കത് കിട്ടും. ഇപ്പം നമ്മൾ ഇവിടെ എന്താ നമുക്കത് പഠിക്കേണ്ട പർപ്പസിന് മാത്രം, അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമാണ് ഈ ടാലി പ്രൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഒരു കമ്പനി ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ടാലി പ്രൈമിൽ എങ്ങനെയാണ് കമ്പനി ക്രിയേഷൻ എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് അത് ഓപ്പൺ ചെയ്ത്, അതായത് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ കൂടെ അത് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനിയുള്ളത് ഇവിടെയാണ് കാണിക്കുക. ഇവിടെ ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ടാവും. ലിസ്റ്റ് ഓഫ് പിന്നെ ഞാൻ ആദ്യം ഒരു കമ്പനിയുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് അവിടെ പേര് കൊടുക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കമ്പനീൻ്റെ ചേഞ്ച് ചെയ്യാം. അവിടെ ചേഞ്ച് കമ്പനി എന്നുണ്ട്. ഓക്കെ. അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ പേര് മാറ്റിയിട്ട് കൊടുക്കാം. ടോട്ടലായിട്ട് നമുക്ക് എന്താക്കാം, എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാം ആണെങ്കിൽ. ഇനി നമുക്ക് ഇവിടെ എന്താണ് പുതിയ കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ നമ്മൾ പോയിട്ട് ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. ഇവിടെ കമ്പനി ഡാറ്റ പാത്ത് ഉണ്ട്. അതായത് ഈ ഡാറ്റ പാത്ത് ഇവിടെ കാണുന്നത് നമ്മൾ ഇതിലാണ് സേവ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണ്, ഇതിൻ്റെ പാത്താണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇതിൻ്റെ പാത്ത്. ഇനി നമുക്ക് അതിൽ കമ്പനി നെയിം കൊടുക്കാം. നമുക്ക് ZYX കൊടുക്കാം. ZYX കമ്പനി നെയിം ഇതാണ് എൻ്റർ അടിക്കുക. അപ്പം എന്തായി, നമുക്ക് അവിടെ കമ്പനി നെയിമായി. ഓക്കെ. ഇനി ഇവിടെ സ്റ്റേറ്റ് പറഞ്ഞാൽ നമ്മളെന്താണ്, നമുക്ക് ഇവിടെ ഉണ്ടാവും, നമ്മൾ ഇന്ത്യയാണ് കൊടുത്ത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ഉണ്ടാവും, കേരള എന്നുള്ളത് ഉണ്ടാവും. ഓക്കെ. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൺട്രി ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ത്യ എന്നുള്ള കൺട്രിയാണ്, നമുക്ക് വേറെ കൺട്രി ചേഞ്ച് ചെയ്യാം. കാരണം നമുക്ക് ഓരോ കൺട്രികളും ഇവിടെ ഉണ്ട്. കുവൈത്ത്, UAE ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ. നമുക്കങ്ങനെ കൺട്രി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ ബാക്ക് അടിക്കാം. അപ്പം നമ്മൾ എന്താ ചേഞ്ച് ചെയ്യേണ്ട ശേഷം പിന്നെ ഇനി നമ്മൾ ഇതിൽ കേരള ഉണ്ട്. നമുക്ക് കേരള ഇല്ലെങ്കിൽ വേണമെങ്കിൽ ന്യൂ സ്റ്റേറ്റ് അവിടെ ആഡ് ചെയ്യാം. അപ്പം എന്താണ് ന്യൂ സ്റ്റേറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് അടിച്ചാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് ഒരു സ്റ്റേറ്റ് ആഡ് ചെയ്ത് നോക്കാം. അപ്പം ഏതെങ്കിലും എന്നുള്ള സ്റ്റേറ്റ് ആണെന്ന് അടിച്ചാൽ നമുക്ക് അവിടെ സ്റ്റേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. നമുക്ക് എന്താണ് നമ്മൾ കേരള എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ കൺട്രി എന്നിട്ട് നമ്മൾ പിൻകോഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കും. ഓക്കെ. വെബ്സൈറ്റ്, ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ് ഒക്കെ ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരാൻ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ഇവിടെ 1 April 2005. അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് April 1 തന്നെയാണ്. ഇനി അതിൻ്റെ അടിയിലായിട്ട് നെക്സ്റ്റ് ഉള്ളതാണ് ബുക്സ് ബിഗിനിങ് ഫ്രം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള ഡേറ്റിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ.
നമ്മളെ ഫിനാൻഷ്യൽ നമുക്ക് ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാം. ഇനി മെയ് വേണമെങ്കിൽ മെയ് കൊടുക്കാം. 1/5/2005 എന്തായത് നമ്മളേതാ മെയ് ഫസ്റ്റിലായിട്ട് നമുക്ക് ബുക്സ് ബിഗിനിങ് കൊടുക്കാം, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലായിട്ട് വരുന്നതാണ് ബേസ് കറൻസി സിമ്പിൾ. ഇതിപ്പോൾ ഈ ബേസ് കറൻസി സിമ്പിൾ നമ്മൾ കൺട്രി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് മാറട്ടോ. UAE ആണെങ്കിൽ അവിടുത്തെ കറൻസി സിമ്പിളും അവിടുത്തെ ഫോറിൻ നെയിമും ആയിട്ടാണ് അവിടെ ഉണ്ടാവാം. ഇവിടെ നമ്മൾ ഇന്ത്യ ചെയ്തത് കൊണ്ട് എന്തായി, റുപ്പീസിലും INR ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻ്റടിച്ചാൽ എന്തായി, നമ്മൾ കമ്പനി നെയിമായി. അത് നമ്മൾ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മളെ കമ്പനി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മളെ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഓക്കെ, ഇവിടെ ഉണ്ടാവും ഷോ മോർ ഫീച്ചേഴ്സ്. ഇവിടെ വേണമെങ്കിൽ നോ ഉണ്ടാവും. അപ്പം നമുക്ക് ഫീച്ചേഴ്സുകളൊക്കെ കുറച്ചിട്ട് കാണിക്കും. പിന്നെ നമുക്ക് ഷോ മോർ ഫുള്ളും അതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തത്തിൽ കാണുന്നുണ്ട്. ടെസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോരോ ഫീച്ചേഴ്സുകൾ ഇങ്ങനെ കാണും. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പോയാൽ നമുക്ക് ഈ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ ഇവിടെ എന്തായിരിക്കും, കമ്പനീൻ്റെ ഇവിടെ ആൾട്ടർ കമ്പനി ചെയ്യുക. അതായത് അല്ലെങ്കിൽ നമുക്ക് കമ്പനീൻ്റെ ഈ കമ്പനീൻ്റെ ഇവിടെ തന്നെ നമുക്ക് പോയാൽ എന്തായിരിക്കും, നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വേണമെങ്കിൽ മോർ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ആ കമ്പനികളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കാണുന്നത് ഇവിടെ തന്നെ അക്കൗണ്ട്, നമ്മൾ ആ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ കമ്പനി നെയിം ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ടോ, ZYX എന്നുള്ളത്. ഇവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, ഇൻവെൻട്രി കാണിക്കുന്നുണ്ട്. അവിടെ ആ അക്കൗണ്ടിങ്ങിനെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, ഇനാബിൾ ബിൽ വൈസ് എൻട്രി വേണോ, ഇനാബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് വേണോ എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടുത്തെ ഇൻവെൻട്രി. ഓക്കെ, പിന്നെ അവിടെ വരുന്നതാണ് ടാക്സേഷൻ. ടാക്സേഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്, അവിടെ GST ഉള്ളത്, പിന്നെന്താണ് TDS ഒക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺലൈൻ ആക്സസ് അതിൻ്റെ ഇതൊക്കെ GST ആണെങ്കിൽ നമുക്ക് ആ GSTൻ്റെ ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് എന്നാൽ ഇതിൻ്റെ മേലെ നമ്മളെ ഈ സോഫ്റ്റ്വെയറിൻ്റെ നമ്മൾ ടോപ്പിൽ, അതായത് കമ്പനി, അതിൽ ഫസ്റ്റ് വന്നാണ് കമ്പനി. അതിൽ കമ്പനിയിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാനും ആൾട്ടർ ചെയ്യാനും ഷട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇവിടെ കമ്പനി പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ എന്താണ് ഡാറ്റയിൽ നമുക്ക് കമ്പനി ഡാറ്റ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമ്മൾ ഇവിടെ ഒക്കെ ചെയ്ത് കമ്പനി ക്രിയേറ്റ് സക്സസ്ഫുൾ അടിച്ചിട്ട് നമ്മൾ എല്ലാം എന്തായി എൻ്റർ അടിച്ചിട്ട് പോവാം. അപ്പം നിങ്ങൾ ഈ ഫെസിലിറ്റി ഒക്കെ ആക്സെപ്റ്റ് ആയണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഒരു മെസ്സേജ് വരും, ആക്സെപ്റ്റ് ചെയ്തിടണം. അപ്പോൾ നമ്മൾ എസ് ആയാൽ നമ്മൾ എന്തായി കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് ആ കമ്പനീനെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആൾട്ടർ ചെയ്യാൻ പറ്റും. ആൾട്ടർ ചെയ്യാൻ നമുക്ക് കമ്പനി നെയിം ഇവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ YCD ആക്കി നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റും. ഓക്കെ, നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ നമ്മളെ ലിസ്റ്റ് ഓഫ് കമ്പനീസ് ആദ്യം തന്നെ ഇവിടെ കാണും. ഓക്കെ, ഇനി നമുക്കിവിടെ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും എല്ലാം ചെയ്യും. പിന്നെ എക്സ്ചേഞ്ചിൽ ബാങ്കിങ് ഓപ്ഷൻ ആഡ് ചെയ്യാനും
ഓക്കെ, നമുക്ക് ബാങ്കിങ് ഓപ്ഷൻസ്, ഗെറ്റ് സ്റ്റേറ്റ്മെന്റ്, ഗെറ്റ് ബാലൻസ് ഒക്കെ അറിയാനും ബാങ്ക് കണക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്ചേഞ്ചിൽ പോവാം. പിന്നെ ഈ ഗോ ടു മെനുവിൽ പോയേക്കാണ് നമുക്ക് എല്ലാ റിപ്പോർട്ട്സുകളും കിട്ടും. പർച്ചേസ് ഡാഷ്ബോർഡിൻ്റെ, സെയിൽസ് ഡാഷ്ബോർഡിൻ്റെ എല്ലാ റിപ്പോർട്ട്, ലെഡ്ജർ, വൗച്ചർ, സ്റ്റോക്ക് സമ്മറി ഒക്കെ എല്ലാ റിപ്പോർട്ടുകളും കിട്ടാൻ നമുക്ക് എന്താണ്, ഈ ഗോ ടു മെനുവിൽ പോയാൽ കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനും ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനും, പിന്നെ എന്താണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷനുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് കമ്പനി നെയിംസ്, അവർ ആ ഡേറ്റ്, കാര്യങ്ങളുടെ അഡ്രസ്സ് ഒക്കെ നമുക്ക് ചെയ്യാനൊക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഗേറ്റ് വേ, അല്ലാതെ ഇപ്പം നമ്മൾ ഈ കമ്പനീൻ്റെ ആ ഓപ്ഷനിൽ പോകാത്ത നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി ഉണ്ടല്ലോ, അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ.